ഹലോ ഹായ് എല്ലാവർക്കും ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരത്തോൺ MCQ ആണ്. ജീവശാസ്ത്രം എന്നുള്ള ടോപ്പിക്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള മാരത്തോൺ MCQ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, അസ്ഥികളിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ്? അസ്ഥികളിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണെന്നാണ് ചോദ്യം. 30%, 25%, 20%, 22%. അസ്ഥികളിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ്? 25%. അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എന്താ പറയുക? ഓസ്റ്റിയോളജി എന്നാണ് പറയുക, അല്ലെ? അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളുണ്ട്? 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ആകെയുള്ളത്. നവജാത ശിശുക്കൾ അത് കൂടും, 300 അസ്ഥികളുണ്ട്. അപ്പൊ മനുഷ്യ ശരീരത്തിൽ ആകെ അസ്ഥികൾ 206 ആണ്. നവജാത ശിശുക്കളിൽ 300 അസ്ഥികളാണുള്ളത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ്, ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ്, അല്ലെ? ചെവിയിലെ, അല്ലെ? മനുഷ്യനിൽ അസ്ഥികൾ നിർമ്മിക്കപ്പെടുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റും കാൽഷ്യം കാർബണേറ്റും കൂടിയിട്ടാണ്. എന്താണ് വിറ്റാമിൻ ഡി? വിറ്റാമിൻ ഡിയുടെ ആവശ്യകത എന്താണ്? അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ വിറ്റാമിനാണ് ഏത്? ജീവകം ഡി അല്ലെങ്കിൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം ഏതാണ്? കാൽസ്യം ആണ്, അല്ലെ? അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അസ്ഥികളിൽ കാണപ്പെടുന്ന മൂലകം. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, റേഡിയസ്, അൾന, കാൽപ്പസ്, മെറ്റാകാർപ്പസ്, ഫലാഞ്ചസ് എന്നീ അസ്ഥികൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? കയ്യ്, കാല്, ഇടുപ്പ് ഇവയൊന്നുമല്ല. അപ്പൊ റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പസ്, ഫലാഞ്ചസ് എന്നീ അസ്ഥികൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? കൈയാണ്. ഇപ്പൊ കയ്യിലാണ് റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പസ്, ഫലാഞ്ചസ് എന്നീ അസ്ഥികൾ കാണപ്പെടുന്നത്. കണങ്കയിലെ അസ്ഥികളാണ് റേഡിയസും അൾനയും. അതുപോലെ തന്നെ കണങ്കാലിലെ അസ്ഥികളാണ് ടിബിയ, ഫിബുല. വിരലിലെ അസ്ഥികളാണ് ഫലാഞ്ചസ്. വിരലിലെ അസ്ഥികളാണ് ഫലാഞ്ചസ്. അപ്പോൾ റേഡിയസ്, അൾന എന്ന് പറയുന്നതും ഫലാഞ്ചസ് എന്ന് പറയുന്നതും കാർപ്പൽസും മെറ്റാകാർപ്പൽസ് എന്നൊക്കെ പറയുന്നത് കയ്യിൽ കാണപ്പെടുന്ന അസ്ഥികളാണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, വൈറസുകളുടെ ജനിതക ഘടകം ഏതാണ്? RNA, DNA, ssDNA, DNA അല്ലെങ്കിൽ RNA. ഏതാണ്? എന്താണ് RNA, DNA എന്ന് പറഞ്ഞാൽ? റൈബോ ന്യൂക്ലിക് ആസിഡ്, അതുപോലെ തന്നെ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അല്ലെ? അപ്പൊ DNA അല്ലെങ്കിൽ RNA ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, DNA അല്ലെങ്കിൽ RNA. ജനറ്റിക് മെറ്റീരിയൽ എന്നറിയപ്പെടുന്നതാണ് DNA എന്ന് പറയുന്നത്. ജനറ്റിക് മെറ്റീരിയൽ DNA എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്, അല്ലെ? കോശത്തിൽ 2 തരം ന്യൂക്ലിക് ആസിഡുകളാണ് കോശത്തിലുള്ളത്. ഒരു സെല്ലിൽ 2 തരം ന്യൂക്ലിക് ആസിഡ് ആണുള്ളത്. DNA ഉണ്ട്, അതുപോലെ തന്നെ RNA ഉണ്ട്. DNA എന്ന് പറയുമ്പോൾ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് RNA എന്ന് പറയുന്നത്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകമാണ് DNA എന്ന് പറയുന്നത്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകമാണ് ഇത് DNA എന്ന് പറയുന്നത്. DNAയിലെ നൈട്രജൻ ബേസുകളാണ്. നൈട്രജൻ ബേസുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആസ് ഇൻ ദ കേസ് ഓഫ് DNA ആൻഡ് RNA. ഓക്കെ, നൈട്രജൻ ബേസുകൾ, DNAയിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ ആണ്. RNAയിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ, ഗുവാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. DNAയിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ. RNAയിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ, ഗുവാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. AGTC as in the case of DNA, AGUC as in the case of RNA, അല്ലെ? ഇതില് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയായിരിക്കും? DNAയിൽ ഉള്ളതും RNAയിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? DNAയിൽ ഉള്ളതും RNAയിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? തൈമിൻ ആണ്, അല്ലെ? തൈമിൻ ഏതിലാണുള്ളത്? DNAയിൽ മാത്രമേ ഉള്ളൂ. RNAയിൽ ഉള്ളതും DNAയിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിൻ ആണ്, അല്ലെ? RNAയിൽ ഉള്ളതും എന്നാൽ DNAയിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിലാണ്, അല്ലെ? ഓക്കെ. DNAയിൽ അഡിനിൻ എന്ന ബേസ് ജോഡി ചേരുന്നത് തൈമിനുമായിട്ടുമാണ്. അതുപോലെ തന്നെ DNAയിൽ ഗുവാനിൻ എന്ന ബേസ് ജോഡി ചേരുന്നത് സൈറ്റോസിനുമായിട്ടാണ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ആഭിലക്ഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? 120/80, 120/60, 120/40, 120/85. നമുക്കറിയാം 120/80 ആണ് രക്തസമ്മർദ്ദ നിരക്ക്, അല്ലെ? എത്രയാണ്? 120/80.
എന്തുകൊണ്ടാണ് നമ്മൾ 120/80 രക്തസമ്മർദ്ദ നിരക്ക് എന്ന് പറയാനുള്ള കാരണം എന്താണ്? മനുഷ്യ ശരീരത്തിലെ സാധാരണ സിസ്റ്റോളിക് പ്രഷറാണ് 120. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ സാധാരണ ഡയസ്റ്റോളിക് പ്രഷറാണ് 80. അതുകൊണ്ടാണ് 120/80 എന്ന് പറയുന്നത് ആഭിലക്ഷണീയമായ രക്തസമ്മർദ്ദ നിരക്കാണെന്ന് പറയുന്നത്. സിസ്റ്റോളിക് പ്രഷറും അതുപോലെ തന്നെ ഡയസ്റ്റോളിക് പ്രഷറും. സിസ്റ്റോളിക് പ്രഷറാണ് 120, ഡയസ്റ്റോളിക് പ്രഷറാണ് 80. രക്തപര്യവന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. ഹൃദയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അർബുദം ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം. അർബുദം ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം. അതുപോലെ തന്നെ മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീരാവയവവും ഏത് തന്നെയാണ്? ഹൃദയം തന്നെയാണ്. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? കാർഡിയോളജിയാണ്. മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം എത്രയാണ്? 250 to 300 ഗ്രാം വരെയാണ് മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ ധർമ്മം എന്താണ്? ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക, അല്ലെ? ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏതാണ്? പെരിക്കാർഡിയമാണ്, അല്ലെ? പെരിക്കാർഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് പെരിക്കാർഡിയൽ ദ്രവം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 120ഉം ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 80ഉമാണ് നമ്മൾ പറഞ്ഞു. എന്താണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ തവണയും ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. ഹൃദയം പൂർണ്ണമായും വികസിക്കുമ്പോൾ ധമനികളിൽ നിന്ന് അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ. ഓക്കെ, നമ്മുടെ ഹൃദയത്തിൽ എത്ര അറകളാണുള്ളത്? 4 അറകളാണുള്ളത്, അല്ലെ? 2 ഓറിക്കിൾ അല്ലെങ്കിൽ എട്രിയങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ 2 വെൻട്രിക്കിൾ. അങ്ങനെ നമുക്ക് 4 അറകളാണുള്ളത്. മനുഷ്യ ഹൃദയത്തിന്റെ മുകളിലത്തെ 2 അറകൾ അറിയപ്പെടുന്നത് എട്രിയങ്ങൾ അല്ലെങ്കിൽ ഓറിക്കിൾ എന്ന പേരിലാണ്. താഴത്തെ 2 അറകളാണ് വെൻട്രിക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാത്ത പേശി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹൃദയപേശിയാണ്, അല്ലേ? ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് ഏതാണ്? സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ SA നോഡ്. സൈനോ ഏട്രിയൽ നോഡാണ് ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത്. ഹൃദയത്തിന്റെ പേസ് മേക്കറും ഏത് തന്നെയാണ്? സൈനോ ഏട്രിയൽ നോഡ് തന്നെയാണ്. ഒരു സിസ്റ്റോളിയും ഒരു ഡയസ്റ്റോളിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. സിസ്റ്റോളി എന്ന് പറഞ്ഞാൽ ഹൃദയ അറകളുടെ സങ്കോചം, ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥയാണ് ഇതെന്ന് പറയുന്നത് ഡയസ്റ്റോളി എന്ന് പറയുന്നത്. ഒരു സിസ്റ്റോളിയും ഡയസ്റ്റോളിയും കൂടി ചേർന്നതാണ് എന്ത്? ഹൃദയസ്പന്ദനം. ഓക്കെ, ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കറ്റ. ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം എത്രയാണ്? 0.8 സെക്കൻഡ് ആണ്. സാധാരണ മനുഷ്യന്റെ ഹൃദയസ്പന്ദന നിരക്ക് ചോദിക്കുകയാണെങ്കിൽ മിനിറ്റിൽ ശരാശരി 72 തവണയാണ് ഹൃദയസ്പന്ദന നിരക്ക്. ഹൃദയസ്പന്ദനം കണ്ടെത്താനുള്ള ഉപകരണം സ്റ്റെതസ്കോപ്പാണ്, നമുക്കറിയാം, അല്ലെ? സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? റെനെ ലിനാക് ആണ്. ഹൃദയം ഒരു തവണ സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിന്റെ അളവ് എത്രയാണ്? 70 മില്ലി ആണ്. ഓക്കെ, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ECG ആണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ECG കണ്ടെത്തിയത് വില്യം ഐൻഡോവാൻ ആണ്. ലോകത്തിലെ ആദ്യ കൃത്രിമ ഹൃദയം ഏതാണെന്നറിയാമോ? ജാർവിക് 7 ആണ്. ജാർവിക് 7 കൃത്രിമ ഹൃദയം രൂപകൽപ്പന ചെയ്ത വ്യക്തി റോബർട്ട് ജാർവിക് ആണ്. അതുകൊണ്ടാണ് ജാർവിക് 7 എന്നുള്ള പേര്. ലോക ഹൃദയ ശസ്ത്രക്രിയ ദിനം എന്നാണ്? ഡിസംബർ 3-നാണ്. ദേശീയ ഹൃദയ ശസ്ത്രക്രിയ ദിനം എന്നാണ്? ഓഗസ്റ്റ് 3-നാണ്. മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിന് 4 അറകളാണുള്ളത്, അല്ലേ? 4 അറകളുള്ള ബാക്കിയുള്ള ജീവികൾ ഏതൊക്കെയാണ്? ഹൃദയത്തിൽ 4 അറകളുള്ള പക്ഷികള്, സസ്തനികള്, മുതല, ഇവയ്ക്കെല്ലാം 4 അറകൾ തന്നെയാണ്. മത്സ്യത്തിനോ 2 അറകളാണ്. ഉരകങ്ങൾക്ക് 3 അറകളാണ്. ഉഭയജീവികൾ 3, പല്ലി 3, പാറ്റ 13. 13 ഹൃദയ അറകൾ ആർക്കാനുള്ളത്? പാറ്റയ്ക്കാനുള്ളത്, അല്ലെ? 2 മത്സ്യം, 3 ഉരകങ്ങൾ, 3 ഉഭയജീവികൾ, 3 പല്ലി, 4 പക്ഷികൾ, 4 സസ്തനികൾ, 4 മുതല, പാറ്റ 13. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു കൂട്ടം ബാക്ടീരിയ രോഗങ്ങൾ? ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദ്യം. മലേറിയ, പോളിയോമൈലിറ്റിസ്, മംസ്. ഓപ്ഷൻ ബി മംസ്, കോളറ, ടൈഫോയിഡ്. ഓപ്ഷൻ സി പ്ലേഗ്, കുഷ്ഠം, ഡിഫ്തീരിയ. ഓപ്ഷൻ ഡി മിസിൽസ്, ക്ഷയം, ടെറ്റനസ്. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പ്ലേഗ്, കുഷ്ഠം, ഡിഫ്തീരിയയാണ് ഏത്? ബാക്ടീരിയ രോഗങ്ങൾ. വ്യക്തമായ ഒരു ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത്. ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ് ഈ കോളറ, ന്യൂമോണിയ, ടൈഫോയിഡ്, ഡിഫ്തീരിയ, എലിപ്പനി, ക്ഷയം, പ്ലേഗ്, വില്ലൻ ചുമ, കുഷ്ഠം, ടെറ്റനസ് അങ്ങനെ തുടങ്ങിയവയെല്ലാം ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ്.
അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം നമ്മളിപ്പോൾ പറഞ്ഞ ചോദ്യം അല്ലെ, ലോക ഹൃദയ ശസ്ത്രക്രിയ ദിനം എന്നാണ്? ഓഗസ്റ്റ് 7, ജൂൺ 16, മാർച്ച് 22, ഡിസംബർ 3. നമ്മൾ പറഞ്ഞുള്ളൂ, പറഞ്ഞുള്ളൂ. ലോക ഹൃദയ ശസ്ത്രക്രിയ ദിനം ഏതാണ്? ഡിസംബർ 3 ലോക ഹൃദയ ശസ്ത്രക്രിയ ദിനം ഡിസംബർ 3, ദേശീയ ഹൃദയ ശസ്ത്രക്രിയ ദിനം ഓഗസ്റ്റ് 3. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏഴാമത്തെ ചോദ്യം, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? സെറിബ്രം, സെറിബെല്ലം. ഓപ്ഷൻ സി തലാമസ്, ഓപ്ഷൻ ഡി ഹൈപ്പോ തലാമസ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? സെറിബെല്ലം ആണ് അല്ലേ? മസ്തിഷ്കം എന്ന് പറയുന്നത് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നാണ് മസ്തിഷ്കം അറിയപ്പെടുന്നത് അല്ലെ. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് മസ്തിഷ്കം. മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഫ്രിനോളജിയാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥിയാണ് തലയോട്. ഓക്കെ, തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം 8. മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 1400 ഗ്രാം ആണ്. മസ്തിഷ്കത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ് അല്ലെ. അതിൽ സെറിബ്രം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. സെറിബ്രം എന്ന് പറയുന്നത് ഈ ഭാവനകള്, ചിന്തകള്, സ്വബോധം, ഓർമ്മ, ബുദ്ധി ഇതൊക്കെ സെറിബ്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഇത് സെറിബ്രം എന്ന് പറയുന്നത്. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗമാണ് ഇത് സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രത്തിൽ ധാരാളം മടക്കുകളും ചുളിവുകളും ഒക്കെ കാണപ്പെടും. സെറിബ്രത്തിന്റെ വലത് അർദ്ധഗോളം ശരീരത്തിലെ ഇടതുഭാഗത്തെയും ഇടത് അർദ്ധഗോളം ശരീരത്തിന്റെ വലതു ഭാഗത്തെയുമാണ് നിയന്ത്രിക്കുന്നത്. സെറിബ്രത്തിന്റെ 2 അർദ്ധഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീതന്തുക്കളാണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം അത് സെറിബെല്ലം ആണല്ലേ. മസ്തിഷ്കത്തിന്റെ 2ാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം സെറിബെല്ലമാണ് കേട്ടോ. ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. പേശി പ്രവർത്തനങ്ങൾ, ഈ മസ്കുലർ കോർഡിനേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? സെറിബെല്ലമാണ് അല്ലെ. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണ്. അടുത്തൊരു പ്രധാന ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത്. റിലേ സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് വേദന സംഹാരികളൊക്കെ ഉണ്ടല്ലോ, അത് പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ് ആണ്. ഈ സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുള്ള ആവേഗ പുനഃസംപ്രേഷണ കേന്ദ്രമാണ് ഇത് തലാമസ് എന്ന് പറയുന്നത്. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തലാമസ് ആണ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റ ആണ്. ഛർദി, തുമ്മൽ, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റ ആണ്. മെഡുല ഒബ്ലാങ്കേറ്റയുടെ ആകൃതി ഒരു ദണ്ട് പോലെയാണ്. ഓക്കെ, ഹൈപ്പോ തലാമസ് ആണ് അല്ലേ. ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു, അതുപോലെ തന്നെ വിശപ്പ്, ദാഹം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിലെ ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, ആയുർവേദത്തിൽ ഡാഷ് വിഷുച്ചുക എന്ന് വിളിക്കുന്നു. വിഷുച്ചുക എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ചിക്കൻ ബോക്സ്. ഓപ്ഷൻ ബി വസൂരി, ഓപ്ഷൻ സി കോളറ, ഓപ്ഷൻ ഡി ഡിഫ്തീരിയ. ഏതാണ്? റൈറ്റ് ആൻസർ കോളറയാണ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും ആവശ്യമുള്ള വൈറ്റമിൻ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? B3, ഓപ്ഷൻ എ B3, ഓപ്ഷൻ ബി B12, ഓപ്ഷൻ സി B9, ഓപ്ഷൻ ഡി A. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ആണ്, B3 ആണ്. B3യുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് നിയാസിൻ എന്നാണ്. നിയാസിൻ വെജിറ്റബിൾസ് നിന്ന് കിട്ടുന്നതാണ് വൈറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങൾ എന്ന് പറയുന്നത്. ജീവകങ്ങൾ കണ്ടെത്തിയത് ഫെഡറിക് ഹോഫ്കിൻ ആണ്. ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് കാസി മർഫക് ആണ്. ജലത്തിൽ ലയിക്കുന്നവ, ജീവകങ്ങളെ നമ്മൾ 2ആയിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ജലത്തിൽ ലയിക്കുന്നവ, അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്നവ. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് BC, വൈറ്റമിൻ BC എന്ന് പറയുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ADEK എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, പേശിക അമ്ലം ഉണ്ടാകുമ്പോൾ അടിഞ്ഞുകൂടുന്ന അമ്ലം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നൈട്രിക് അമ്ലം, ഓപ്ഷൻ ബി അസറ്റിക് അമ്ലം, ഓപ്ഷൻ സി ലാക്റ്റിക് അമ്ലം, ഓപ്ഷൻ ഡി ടാർട്ടാറിക് അമ്ലം. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ലാക്റ്റിക് അമ്ലമാണ്. പേശിക അമ്ലം ഉണ്ടാകുമ്പോൾ അടിഞ്ഞുകൂടുന്ന അമ്ലം ഏതാണ്? ലാക്റ്റിക് അമ്ലമാണ്.
അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം, എത്ര ജോഡി വാരിയെല്ലുകളാണ് മനുഷ്യനുള്ളത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 10 ജോഡി, ഓപ്ഷൻ ബി 14 ജോഡി, ഓപ്ഷൻ സി 12 ജോഡി, ഓപ്ഷൻ ഡി 16 ജോഡി. എത്ര ജോഡി വാരിയെല്ലുകളാണ് മനുഷ്യനുള്ളത്? ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി 12 ജോഡി. ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എത്ര വാരിയലുകളാണ് ടോട്ടൽ മനുഷ്യനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 24ആണ്. 12 ജോഡി എന്ന് പറയുമ്പോൾ 24 എണ്ണമാണുള്ളത് അല്ലെ. ജോഡി ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് എഴുതുക, എണ്ണം ചോദിക്കുമ്പോഴും കറക്റ്റായിട്ട് എഴുതുക. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിലും തലയോട്ടിൽ 22 എണ്ണമാണുള്ളത്, എണ്ണമാണ് പറയുന്നത്. ഓക്കെ, മാറല് 1, നട്ടെല്ല് 33, വാരിയല് എത്രയാണ്? 12 ജോഡിയാണ്, അപ്പോൾ 24. കൈകൾ 60, 30 എണ്ണം ഒരു കൈ, 30 എണ്ണം അടുത്ത കൈ. ഓക്കെ, കാലുകൾ 60, 30 ഒരു കാല്, 30 അടുത്ത കാല്. ഓക്കെ, ഇടുപ്പെല്ല് 2, തോളല് 4, അപ്പൊ 22, 1, 33, 24, 60, 62, 4. തലയോട്, മാറല്, നട്ടെല്ല്, വാരിയല്ല്, കൈകൾ, കാലുകൾ, ഇടുപ്പെല്ല്, തോളല്. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം, ഇവയിൽ ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കോൺ കോശങ്ങൾ, ഓപ്ഷൻ ബി അണ്ഡം, ഓപ്ഷൻ സി നാഡീകോശം, ഓപ്ഷൻ ഡി ലിംഫോസൈറ്റ്. ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം? ഏതാണ്? നാഡീകോശമാണ് അല്ലെ. നാഡീകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം. ന്യൂറോൺസ് എന്നാണല്ലേ പറയാം. നാഡികൾ എന്ന് പറയുമ്പോൾ ന്യൂറോൺസ് ആണ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശമാണ് നാഡീകോശം. വിഭജന ശേഷിയില്ലാത്ത കോശമാണ് നാഡീകോശം. അതിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ആക്സോൺ, ഡെൻഡ്രോൺ, കോശശരീരം. ഏറ്റവും നീളം കൂടിയ തന്തുവാണ് ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്നത് മൈലിൻ ഉറയാണ്, മൈലിൻ ഉറ. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം, തോൾ വലയത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 4. എത്ര എണ്ണമാണുള്ളത്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി 4. അടുത്ത ചോദ്യം 14, ഇവയിൽ ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി? ഏതാണ്? നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ ഓൾറെഡി അത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫീമർ, ഓപ്ഷൻ ബി സ്റ്റേപ്പിസ്, ഓപ്ഷൻ സി ബീജം, ഓപ്ഷൻ ഡി പുംബീജം. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി സ്റ്റേപ്പിസ് ആണ്. ചെവിയിലെ അസ്ഥികളാണ് അല്ലെ ഈ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നൊക്കെ പറയുന്നത്. ചെവിയിൽ മധ്യകർണത്തിലെ പ്രധാന അസ്ഥികളാണ് ഏതൊക്കെ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മിഡിൽ ഇയറിലെ നമുക്കറിയാം എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, ഇന്റേണൽ ഇയർ ഉണ്ട്, മിഡിൽ ഇയർ ഉണ്ട് അല്ലെ. അതിൽ മിഡിൽ ഇയറിലെ പ്രധാന അസ്ഥികളാണ് ഇത് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ചെവിയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓട്ടോളജിയാണ്. ശരീര തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ഏതാണ്? അത് ചെവിയാണ്. ശരീര തുലന പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം നമ്മൾ ഏതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? സെറിബെല്ലമാണ് അല്ലെ. എന്നാൽ കേൾവി സാധ്യമാക്കുന്നത് സെറിബ്രം വഴിയാണ്. കേൾവി സാധ്യമാക്കുന്നത് സെറിബ്രം വഴിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 15ാമത്തെ ചോദ്യം, ഈ പറയുന്നവയിൽ ഏതാണ് ഒരു ബാക്ടീരിയ രോഗം അല്ലാത്തതാണ്? ചോദ്യം കേട്ടോ. അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടൈഫോയിഡ്, ഓപ്ഷൻ ബി ബാസിലിയറി വയറിളക്കം, ഓപ്ഷൻ സി ക്ഷയരോഗം, ഓപ്ഷൻ ഡി അമീബിക് വയറിളക്കം. ഏതാണ് റൈറ്റ് ആൻസർ? അമീബിക് വയറിളക്കമാണ് ബാക്ടീരിയ രോഗം അല്ലാത്തത്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം, ജീവകം കെ കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഹെൻറി ഡാം, കാസിമർ ഫങ്ക്, CJ കിങ്, WA വോ. ജീവകം കെ, വൈറ്റമിൻ കെ കണ്ടെത്തിയത് ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഹെൻറി ഡാം. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ കെ തന്നെയാണ് അല്ലെ. ഈ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് ഇത് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ലോക ഹിമോഫീലിയ ദിനം. എന്താണ് ഹിമോഫീലിയ? ജീവകം കെയുടെ അപര്യാപ്ത രോഗമാണ് ഹിമോഫീലിയ എന്ന് പറയുന്നത്. ജീവകം കെ കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന രോഗമാണിത് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഹീമോഫീലിയ ദിനം എന്നാണെന്ന് ചോദിക്കാറുണ്ട്. ഏപ്രിൽ 17-നാണ്. ഓക്കെ, ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. വൈറ്റമിൻ കെ എവിടെ നിന്നൊക്കെ കിട്ടാം? ക്യാബേജിൽ നിന്ന് കിട്ടും, ചീരയിൽ നിന്ന് കിട്ടും, കോളിഫ്ലവറിൽ നിന്ന് കിട്ടും. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നാണ് വൈറ്റമിൻ കെ കിട്ടുന്നത്. വൈറ്റമിൻ കെ എന്തിനാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു, കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു അല്ലെ. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര, ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ. റൈറ്റ് ആൻസർ ഏതാണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്.
അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം, നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം. നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ അല്ലെ, നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 300, ഓപ്ഷൻ ബി 380, ഓപ്ഷൻ സി 330, ഓപ്ഷൻ ഡി 320. എത്ര എണ്ണമാണുള്ളത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 300. മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളാണുള്ളത്? 206 അല്ലെ. അത് നവജാത ശിശുക്കളിലാണ് 300 എണ്ണം ഉള്ളത്. ഏറ്റവും വലിയ അസ്ഥി ഏതാന്ന് പറഞ്ഞാൽ ഫീമർ ആണ് അല്ലെ. ഏറ്റവും ചെറിയ അസ്ഥി ഏതായിരുന്നു? സ്റ്റേപ്പീസ് ആണ്. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള കാർബണിക് പദാർത്ഥങ്ങൾ ഏതാണ്? ഓപ്ഷൻസിനൊന്നും ആവശ്യമില്ല, നമുക്കറിയാം വൈറ്റമിൻ എന്നറിയാം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജീവകങ്ങൾ, ഓപ്ഷൻ ബി അയോൺ, ഓപ്ഷൻ സി ജലം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ്. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം, ആടുകളിൽ കരൾ ഫ്ലൂക്ക് എവിടെയാണുള്ളത്? ആടുകളിൽ കരൾ ഫ്ലൂക്ക്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മസ്തിഷ്കം, ഓപ്ഷൻ ബി വൃക്ക, ഓപ്ഷൻ സി പിത്തരസം നാളികൾ, ഓപ്ഷൻ ഡി പാൻക്രിയാസ്. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി പിത്തരസം നാളികൾ. ആടുകളിൽ കരൾ ഫ്ലൂക്ക് എവിടെയാണുള്ളത്? പിത്തരസത്തിലാണുള്ളത്. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ്? നമ്മൾ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെറിബ്രം, ഓപ്ഷൻ ബി സെറിബെല്ലം, ഓപ്ഷൻ സി തലാമസ്, ഓപ്ഷൻ ഡി ഹൈപ്പോ തലാമസ്. ഇതാണ് മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. രണ്ടാമത്തെ വലിയ ഭാഗം അത് സെറിബെല്ലമാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. അപ്പൊ മനുഷ്യ ശരീരത്തിൽ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? തലാമസ് ആണ്. മറന്നു പോയത് കേട്ടോ. ലിറ്റിൽ ബ്രെയിൻ സെറിബെല്ലവും റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസുമാണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഒരു ഭാഗമാണ് ഇത് സെറിബെല്ലം എന്ന് പറയുന്നത് അല്ലെ. ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഇത് സെറിബെല്ലം എന്ന് പറയുന്നത്. പേശി പ്രവർത്തനങ്ങളെ മസ്കുലർ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണത്? സെറിബെല്ലമാണ്. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യം, കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറിലാകുന്നതിനാലോ ഉണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അൽഷിമേഴ്സ്, ഓപ്ഷൻ ബി പേവിഷബാധ, ഓപ്ഷൻ സി പാർക്കിൻസൺ രോഗം, ഓപ്ഷൻ ഡി അപസ്മാരം. ഓർമ്മശക്തിയാണ് കുറയുക, ഓർമ്മേനാണ് ബാധിക്കുക. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ അൽഷിമേഴ്സ് ആണ് അല്ലേ. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം, ഗ്ലൈക്കോലിസിസിലൂടെ ലഭിക്കുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 5. എത്ര എണ്ണമാണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി 2. ഗ്ലൈക്കോലിസിസിലൂടെ ലഭിക്കുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 2 എണ്ണമാണ്. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് രോഗം അല്ലെങ്കിൽ ഗാംബിയൻസ് പനി. അപ്പോൾ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് രോഗത്തിന്റെ വേറെ പേരാണ് ഗാംബിയൻസ് പനി എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ് നോക്കാം. ലേഷ്മാനിയ, ട്രിപ്പനോസോമ, എൻഡമോബീബ, ട്രൈക്കോമോണസ്. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ട്രിപ്പനോസോമ. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം 25ാമത്തെ ചോദ്യം, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഇതും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു ചോദ്യമാണ് അല്ലെ. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഡി, ഓപ്ഷൻ സി EK, ഓപ്ഷൻ ഡി ADEK. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ADEK. ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? വിറ്റമിൻ ബിയും സിയും ആണ് ജലത്തിൽ ലയിക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? ADEK ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജീവശാസ്ത്രം എന്ന ടോപ്പിക്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള മാരത്തോൺ MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങൾ? നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ കുറേ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. ജീവശാസ്ത്രം അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഫാരൻഹീറ്റിൽ പറയുമ്പോൾ എത്ര പറയും? 98.6 ഫാരൻഹീറ്റ് എന്നാണ് പറയാം. അപ്പം മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റിൽ എങ്ങനെയാണ് പറയാ? 98.6 ഫാരൻഹീറ്റ് എന്നാണ് പറയാം. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 ആണ്. ആകെ അസ്ഥികൾ 206, ആകെ പേശികൾ 639, 639. എല്ലാം 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. 639. ഓക്കെ, 6 - 3 + 3 639 അല്ലെ. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം എത്രയാണ്? 639.
അപ്പം നമ്മൾ പറഞ്ഞു ആകെ അസ്ഥികൾ 206, ആകെ പേശികൾ 639. ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 46 ആണ്. ഓക്കെ, 46 ക്രോമസോമാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം എത്രയാണ്? 43 ജോഡി. അതായത് 12 ജോഡി ശിരോനാഡിയും 31 ജോഡി സൂക്ഷ്മ നാഡിയുമാണ് മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികൾ. 43 ആണ്. ആകെ അവയവങ്ങൾ എത്ര എണ്ണമാണ്? 80 എണ്ണമാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ അവയവങ്ങൾ 80. അപ്പൊ ആകെ അസ്ഥികൾ 206, ആകെ പേശികൾ 639, ക്രോമസോമുകൾ 46, മനുഷ്യത്തിലെ ആകെ അവയവങ്ങൾ 80. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ് അല്ലെ. മനുഷ്യത്തിലെ ഏറ്റവും വലിയ അവയവം അല്ലെങ്കിൽ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ത്വക്കാണ്. പറഞ്ഞു ഏറ്റവും വലിയ അവയവം അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത് ത്വക്കാണെന്ന് പറഞ്ഞു. ആന്തരിക അവയവം ഏതാണ്? കരളാണ്. മനുഷ്യത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? കരളാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് തന്നെയാണ്? കരൾ തന്നെയാണ്. ഏറ്റവും വലിയ അന്തസ്രാവിക ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഏറ്റവും വലിയ അസ്ഥി ഫീമറാണ്. 50 സെന്റിമീറ്റർ ആണ് നീളമുള്ളത്. ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമറാണ്. മനുഷ്യത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് ഏറ്റവും വലിയ പേശി. മനുഷ്യത്തിലെ ഏറ്റവും നീളമുള്ള കോശം ഏതാണ്? ന്യൂറോൺ എന്നറിയപ്പെടുന്ന നാഡീ കോശമാണ്. ഏറ്റവും നീളം കൂടിയ കോശവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശവും നാഡീ കോശം തന്നെയാണ്. ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമർ ആണെന്ന് പറഞ്ഞല്ലേ. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. നമ്മൾ പറഞ്ഞു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറഞ്ഞല്ലേ. യൂട്രസ് മാക്സിമസ് എന്താണ്? ഏറ്റവും ബലമുള്ള പേശിയാണ് യൂട്രസ് മാക്സിമസ് എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഏറ്റവും കുറച്ചുള്ളതോ? മഗ്നീഷ്യം ആണ്. ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യം ആണ്. ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ഏതാണ്? ഇനാമലാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഏറ്റവും കുറച്ചുള്ള മൂലകം ഏതാണ്? മഗ്നീഷ്യം ആണ്. ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യം ആണ്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം ഏതാണ്? ഇനാമലാണ്. സസ്യകോശം കണ്ടെത്തിയത് ആരാണ്? MJ ശ്രീധരനാണ്. 1838 സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ശ്രീധരനാണ്. തിയോഡർ ഷ്വാൻ ആണ് ജന്തുകോശം കണ്ടെത്തിയത്. തിയോഡർ ഷ്വാൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനാണ് 1839. ഒറ്റ വർഷം കഴിഞ്ഞതും ജന്തുകോശം കണ്ടെത്തി അല്ലെ. സസ്യകോശം കണ്ടെത്തിയതിന്റെ ഒറ്റ വർഷം കഴിഞ്ഞതും ജന്തുകോശം കണ്ടെത്തി. സസ്യകോശം കണ്ടെത്തിയത് MJ ശ്രീധരനാണ്. ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ഷ്വാനാണ്. എന്നാൽ കോശം അല്ലെങ്കിൽ കോശകേന്ദ്രം അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ്, കോശകേന്ദ്രത്തെ ന്യൂക്ലിയസ് എന്നൊക്കെ വിളിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. 1831. 1838 സസ്യകോശം MJ ശ്രീധരൻ കണ്ടെത്തി. 1839 തിയോഡർ ഷ്വാനാണ് ജന്തുകോശം കണ്ടെത്തിയത് അല്ലെ. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത്, അതായത് സെൽ ഡിവിഷൻ കണ്ടെത്തിയത് ആരാണ്? 1858 റുഡോൾഫ് വിർഷ്വയാണ് സെൽ ഡിവിഷൻ കണ്ടുപിടിച്ചത്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. മനുഷ്യത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? തലാമസ് ആണ് അല്ലെ. ലോക ഹൃദയ ശസ്ത്രക്രിയ ദിനം എന്നാണ്? ഡിസംബർ 3 ദേശീയ ഹൃദയ ശസ്ത്രക്രിയ ദിനം എന്നാണ്? ഓഗസ്റ്റ് 3. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് അറിയാമോ? നിശബ്ദനായ കൊലയാളി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദമാണ്. ഇനി രക്തത്തിന്റെ നിറങ്ങൾ. പാറ്റയുടെ രക്തത്തിന്റെ നിറം എന്താണ്? വെള്ളയാണ്. നീരാളിയുടെ രക്തത്തിന്റെ നിറം നീലയാണ്. മണ്ണിരയുടെ രക്തത്തിന്റെ നിറം ചുവപ്പാണ്. ആരോഗ്യവാനായ പുരുഷന്റെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് എത്രയാണ്? ശരാശരി 15 gram per 100 milliliter ആണ്. ഓക്കെ, ആരോഗ്യമായ പുരുഷന്റെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് എത്രയാണ്? 15 gram ആണ്. ആരോഗ്യവതിയായ സ്ത്രീയിലെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് എത്രയാണ്? 13 gram ആണ്. അപ്പോൾ പുരുഷന്റെ 15 ഗ്രാമും സ്ത്രീയുടെ 13 ഗ്രാമുമാണ്. എന്താണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്? ഏറ്റവും ചെറിയ ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏത്? ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. HIV ബാധിക്കുന്നത് ഏതിനെയാണ്? ലിംഫോസൈറ്റിനെയാണ്. 2 തരം ലിംഫോസൈറ്റ് ആണുള്ളത് കേട്ടോ. B ലിംഫോസൈറ്റും ഉണ്ട്, T ലിംഫോസൈറ്റും ഉണ്ട്. ഓക്കെ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്?
ഫൈബ്രിനോജൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമോ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. രണ്ടും കൺഫ്യൂസിംഗ് ആയി പോരുത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ത്രോംബോസൈറ്റ് എന്നാണ് കേട്ടോ. പ്ലേറ്റ്ലെറ്റുടെ ആയുർദൈർഘ്യം എത്രയാണ്? 7 ദിവസമാണ്. എന്താണ് പ്ലേറ്റ്ലെറ്റ്സ്? എന്തിനാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്സ് അല്ലെ. പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. 1 മില്ലിലിറ്റർ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ്സുടെ എണ്ണം എത്രയായിരിക്കും? 2.5 ലക്ഷം തുടങ്ങി 3.5 ലക്ഷം വരെയാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ജീവശാസ്ത്രത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു മാരത്തോൺ MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.